കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വലിയ ചർച്ചയാകുന്നത് ആലപ്പുഴയിൽ നടക്കേണ്ടിയിരുന്ന ഒരു പരിപാടിയും അതുമായി ബന്ധപ്പെട്ടുണ്ടായ നാടകീയ സംഭവങ്ങളുമാണ്. കേരള കൗമുദിയുടെ 115-ാം വാർഷികാഘോഷത്തിലേക്ക് മന്ത്രിമാരായ രമേശ് ചെന്നിത്തലയെയും എം ലിജുവിനെയും ക്ഷണിച്ചിരുന്നു. എന്നാൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ അദ്ദേഹത്തോടൊപ്പം വേദി പങ്കിടാൻ തങ്ങൾ തയ്യാറല്ല എന്ന ശക്തമായ നിലപാടാണ് മന്ത്രിമാർ സ്വീകരിച്ചത്. തിരുവനന്തപുരത്തു നിന്നും ആലപ്പുഴയിലേക്ക് വരാൻ വേണ്ടി വന്ദേ ഭാരത് എക്സ്പ്രസിൽ ബുക്ക് ചെയ്തിരുന്ന ടിക്കറ്റുകൾ അവസാന നിമിഷം ഇവർ റദ്ദാക്കുകയായിരുന്നു. വിപുലമായ KPCC യോഗമുള്ളതുകൊണ്ട് എത്താൻ വൈകുമെന്നാണ് മന്ത്രിമാർ സംഘാടകരെ അറിയിച്ചതെങ്കിലും ഇതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ടെന്നാണ് വ്യക്തമാകുന്നത്. പ്രമുഖരായ മന്ത്രിമാർ വരാൻ കഴിയില്ലെന്ന് അറിയിച്ചതോടെ സംഘാടകർക്ക് പരിപാടി തന്നെ മാറ്റിവെക്കേണ്ടി വന്നു. ശ്രീനാരായണ ഗുരുദേവൻ പഠിപ്പിച്ച ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന നല്ല ആശയങ്ങൾ പ്രചരിപ്പിക്കേണ്ട ഒരു വലിയ സംഘടനയുടെ തലപ്പത്തിരുന്നുകൊണ്ട് ചില പ്രത്യേക മതവിഭാഗങ്ങൾക്കെതിരെയും മലപ്പുറം ജില്ലയിലെ ജനങ്ങൾക്കെതിരെയും മോശം പരാമർശങ്ങൾ നടത്തുന്ന വെള്ളാപ്പള്ളി നടേശന്റെ നിലപാടുകളോട് പൊതുസമൂഹത്തിന് വലിയ വിയോജിപ്പുണ്ട്. വിദ്വേഷം പടർത്തുന്ന ഇത്തരം വ്യക്തികളെ പൊതുവേദികളിൽ നിന്നും മാറ്റി നിർത്തുന്നത് തന്നെയാണ് അവർക്കുള്ള ഏറ്റവും വലിയ ശിക്ഷ എന്ന് സാധാരണക്കാരായ മതേതര വിശ്വാസികൾ കരുതുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ത്രി ബിന്ദു കൃഷ്ണ വെള്ളാപ്പള്ളിയെ സന്ദർശിച്ചതും രമേശ് ചെന്നിത്തല തുഷാർ വെള്ളാപ്പള്ളിയോടൊപ്പം വേദി പങ്കിട്ടതുമെല്ലാം UDF മുന്നണിക്കുള്ളിലും അണികൾക്കിടയിലും വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു. അതുകൊണ്ട് തന്നെ അണികളുടെ വികാരം മാനിച്ചും കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകാതിരിക്കാനും വേണ്ടിയാണ് മന്ത്രിമാർ ഈ പരിപാടിയിൽ നിന്നും മാറി നിന്നത്. മുൻപ് ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് കോൺഗ്രസിനെയും UDFനെയും ഇല്ലാതാക്കാൻ വെള്ളാപ്പള്ളി നടേശൻ പരസ്യമായി ശ്രമിച്ചിരുന്നു എന്ന കാര്യവും നേതാക്കൾ മറന്നിട്ടില്ല. അന്ന് പിണറായി വിജയന്റെ അടുത്ത സുഹൃത്തായി മാറി കോൺഗ്രസിനെതിരെ സംസാരിക്കാനും ശബരിമല വിഷയത്തിൽ പോലും സർക്കാരിനെ ന്യായീകരിക്കാനും വെള്ളാപ്പള്ളി മുന്നിലുണ്ടായിരുന്നു. എന്നാൽ UDF സർക്കാർ അധികാരത്തിൽ വന്നതോടെ പുതിയ സർക്കാരിനെ സുഖിപ്പിച്ച് കാര്യങ്ങൾ സാധിച്ചെടുക്കാനാണ് അദ്ദേഹം ഇപ്പോൾ ശ്രമിക്കുന്നത്. ഈ അവസരവാദ രാഷ്ട്രീയം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് മന്ത്രിമാർ വന്ദേ ഭാരത് ടിക്കറ്റ് വരെ ക്യാൻസൽ ചെയ്ത് അദ്ദേഹത്തിന് കൃത്യമായ മറുപടി നൽകിയത്. വർഗീയത പറയുന്നവരെയും സ്വന്തം താല്പര്യങ്ങൾക്കായി നിലപാടുകൾ മാറ്റിവെക്കുന്നവരെയും ഇങ്ങനെ മാറ്റി നിർത്തുന്നത് കേരളത്തിന്റെ മതേതരത്വവും നന്മയും നിലനിർത്താൻ ഏറെ ആവശ്യമാണ് എന്നാണ് പൊതുവെ ഉയരുന്ന വിലയിരുത്തൽ.